നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച്. വിട്ട് കളയണോ അണ്ണാ? എടാ തീവട്ടി, കള്ളു കുടിച്ചെന്ന് പറഞ്ഞ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആ പോയ കൊച്ചിനെ വെച്ച് പുലുവാല് പിടിക്കാൻ ഞാനില്ല. അതിലും വലിയ മുതലാ നമ്മുടെ ഇരിക്കുന്നത്. പൊന്നും വിലയുള്ള മുതൽ. ഇതിനെ ആദ്യം വിറ്റ് കാശാക്കാം, ബാക്കിയൊക്കെ പിന്നെ. വണ്ടി എടുക്കടാ. അവിടെ കിടക്ക്. ഇനി നിന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ദ്രജയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ മാധവ മന്ദിരത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്. എന്തായാലും കുറച്ച് ദിവസം കേരളത്തിലൊരു സ്വൈര്യവിഹാരം. ഓ, ഇന്ദ്രജ പറഞ്ഞ അനന്തഗോപൻ, അവൻ തന്നെ ആയിരിക്കും ഈ രാത്രി വിളിക്കുന്നത്. ആ, മിസ്റ്റർ അനന്തഗോപൻ, നമസ്കാരം. നമസ്കാരം ദേവരായ സാർ. ഇന്ദിരജ മാഡം എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. കുറച്ചു ദിവസം സാർ ഇങ്ങോട്ട് വരുന്നുവെന്നും മാഡം ദുബായിലേക്ക് പോകുന്നുവെന്ന കാര്യം. ആ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അവിടുന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല മിസ്റ്റർ ഗോപൻ. ആ, കുട്ടികളുടെ കാര്യം കൊണ്ടല്ല, ബിസിനസ്. ഒരു ദിവസം പോലും അവിടുന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇനി ഇവിടെയുള്ള കാര്യത്തിന് ഞാൻ തന്നെ വേണം. ബിസിനസ് ആയിട്ട് തന്നെ പോണം. അപ്പോ മിസ്റ്റർ ഗോപൻ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഗോപൻ പറയേ. സാർ ഇപ്പൊ വീട്ടിലാണോ അതോ പുറത്താണോ? ഞാന് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എന്താ സാറേ സംസാരത്തിലൊരു ടെൻഷൻ ഉള്ളതുപോലെ? ടെൻഷനല്ല ഗോപൻ, ദേഷ്യവും അടങ്ങാത്ത പകയുമാണ്. ഞാൻ ഇന്ദിരജയെ പോലെയല്ല, വെട്ടൊന്ന് മുറി രണ്ട്. അതാണ് എൻ്റെ രീതി.
വിചാരിച്ച കാര്യം നടക്കാതിരുന്നാൽ എങ്ങനെയും സാധിച്ചെടുക്കും ഞാൻ. സാധിക്കപ്പെട്ടെന്ന് തോന്നിയാൽ സഹിക്കില്ല ഞാൻ. ആ ഉടവാളിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും സാറിന് ഇത്ര ടെൻഷൻ. സംശയം എന്ത്? ആ വാളിന് കോടികളുടെ വിലയുണ്ട് എന്നുള്ളതല്ല എന്റെ പ്രശ്നം. ആ വാള് ഞങ്ങളുടെ കയ്യിലെത്തണം. ചെമ്പകമംഗലം നശിക്കുമെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. അതാ മിസ്റ്റർ ഗോപൻ എന്നെ അസ്വസ്ഥനാക്കുന്നത്. ആ തറവാട് തകർത്തിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് തിരിച്ചു പോകും. അതിന് ഒരു മുൻവൈരാഗ്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ചെമ്പകമംഗലത്തെ വാളാണ് സാറിന്റെ പ്രശ്നമെങ്കിൽ ആ വാള് ഞാനങ്ങ് തന്നാലോ? What are you saying, Mr. Goban? Is it true? കേൾക്കുമ്പോ സാറെന്നല്ല ആരും അമ്പരന്ന് പോകുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാള് എന്റെ കയ്യിലുണ്ട്. Oh, fantastic. അതെങ്ങനെ എന്റെ കയ്യിൽ വന്നു, ആര് തന്നു എന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. No. സാറേ, അതൊക്കെ എൻ്റെ ഒരു ബിസിനസ് സീക്രട്ട് ആയിട്ട് കരുതിയാൽ മതി. സാറും ഒരു ബിസിനസ്സുകാരനല്ലേ? ബിസിനസ്സിൽ പെറ്റ തള്ളെ പോലും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിച്ചവരെ ഈ ചന്ദ്രഗിരി ദേവരാജൻ ചതിക്കുകയുമില്ല. പക്ഷേ എനിക്കിപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മിസ്റ്റർ ഗോപൻ. എന്തായാലും വാള് കൈ കിട്ടുമ്പോഴെങ്കിലും സാറ് വിശ്വസിക്കുമല്ലോ. അതെന്താ ഗോപൻ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ വാക്ക് തന്നെ എനിക്ക് വിശ്വാസമാണ്. എങ്കിൽ സാർ ഒരു അല്പനേരം വെയിറ്റ് ചെയ്യും, ഞാൻ വാളുമായിട്ട് അങ്ങോട്ടെത്താം. ഓക്കെ മിസ്റ്റർ ഗോപൻ. സാറേ, വാള് വാങ്ങാൻ ആള് റെഡിയല്ലേ? ഓഷുവ, വാള് വാങ്ങുന്നത് മിസ്റ്റർ ഗോപൻ ഈ ഞാൻ തന്നെയല്ലേ? ചന്ദ്രഗിരി ദേവരാജൻ. സാറേ, ആ വാള് കൈ തരുന്നതിന് മുമ്പ് എന്റേതായ ചില ഡിമാൻഡ്സ് ഉണ്ട്. അത് സാർ അംഗീകരിച്ചാലേ വാള് ഞാൻ കൈ തരത്തുള്ളൂ. പറയൂ മിസ്റ്റർ ഗോപൻ. ഓക്കെ, ഇതൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ വാള് ഞങ്ങൾക്ക് വേണം, അത്രയേ ഉള്ളൂ. അപ്പോ നിങ്ങൾ അതുമായി വേഗം വരൂ. ഓക്കെ? ഓക്കെ സാർ. പേടിക്കണ്ട, ചുരുട്ടു സുനിയും ഗ്യാങ്ങുമല്ലേ? അതെ സാർ. ഞാൻ ദേവരാജൻ, ചന്ദ്രഗിരി ദേവരാജൻ. ഇന്ദിരജ എന്റെ ഭാര്യയാണ്. മേഡ് എയർപോർട്ടിൽ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ. അവിടെ ദുബായിലേക്ക്, ഞാൻ കേരളത്തിലേക്ക്. എന്തായാലും വാക്കിന് വ്യവസ്ഥയുള്ള കൊട്ടേഷൻകാരൻ. ഈ പണിക്ക് പ്രധാനമായിട്ട് വേണ്ടത് അതാണ് സാർ, വിശ്വാസം. ഗുഡ്. പിന്നെ കൃത്യനിഷ്ഠ. ഈ കുഞ്ഞെങ്ങനെയാ നിങ്ങളോട് കമ്പനിയായോ? പിന്നെ ഭയങ്കര കമ്പനിയാ. ഒരു കൊട്ടേഷൻകാരിയായി വളർത്തിയെടുത്ത എന്താന്ന് ആലോചിക്കുമോ ഞങ്ങള്? മേഡത്തിന്റെ വിളി ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ കൊച്ചു തെങ്കാശി കടന്നേനെ. ഇനി സാറിന്റെ കയ്യിലേക്ക് കൊടുത്തേക്കടാ കുഞ്ഞിനെ. എന്താ സാർ? നോ, 1 മിനിറ്റ്. മേഡം നമുക്ക് വേണ്ടപ്പെട്ട ആളാ, ഇങ്ങനെ നല്ല മനുഷ്യനാ. അതാ കുഞ്ഞിനെ ഇവർക്ക് തന്നെ കൊടുത്തേക്കാൻ ഞാൻ തീരുമാനിച്ചത്. സുനി സാർ, ഇതുപോരെ? പോരെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. അതൊന്നും കുഴപ്പമില്ല സാർ. എന്താവശ്യം പറഞ്ഞാലും മേഡം ഞങ്ങൾക്ക് വാരിക്കൂരി തരുന്നതല്ലേ. എടാ ഷയ്യു, കൊച്ചിനെ അങ്ങോട്ട് കൊടുത്തേക്കടാ. ഇവിടെ കിടന്ന് കരയുക കാറുക ചെയ്താ ഞാൻ വാരിച്ചെറിഞ്ഞളയും.
വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ചൂരിലും കൊണ്ടുവരണം അങ്ങോട്ട് കൊടുത്താൽ ഓക്കെ മതി സാർ. ചെല്ല് ചെല്ല്. ഹലോ, ഞാൻ ഇന്ദ്രജയുടെ ഭർത്താവാ. ചെന്താമര എവിടെയാ? ഞാൻ വള്ളക്കടവില്. എങ്കിൽ വേഗം ഇങ്ങോട്ട് വാ, ഇന്ദ്രജയുടെ വീട്ടിലേക്ക്. ഉടവാള് വിൽപ്പനയില് മാഡം ഫ്രെയിമിലേക്ക് വരണ്ടെന്ന് കരുതിയ ഞാൻ ഇടനിലക്കാരനായിട്ട് തുടരുന്നത്. മാഡം ഓപ്പണായിട്ട് രംഗത്ത് വന്ന അത് വലിയ ആപത്താ. വാള് വിറ്റത് മാഡമാണെന്നറിഞ്ഞ മോഷണ കേസിൽ മാഡം അകത്താവും. അയ്യോ, അതൊന്നും വേണ്ട. കാര്യം ആ ഉടവാളിന്റെ പ്രധാന അവകാശി ഞാനും എന്റെ മകനുമാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. കാരണം അതിന് മേലൊരു കേസുണ്ട്, സർക്കാർ കക്ഷിയായ കേസ്. അതിപ്പോ എന്ത് കേസാണെങ്കിലും നൂറ്റാണ്ടുകളായി ഈ വാള് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് കൊണ്ട് കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടേ വിധിക്കൂ. അതൊക്കെ പ്രവചനാതീതമാണ് മാഡം. കോടതിയല്ലേ, കേസ് എങ്ങനെ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. എനിക്കിപ്പോ കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റിസ്കിന് തയ്യാറാവുന്നത്. എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാനും ഈ റിസ്കിന് തയ്യാറായത്. മാത്രമല്ല, റിസ്ക് എടുക്കുമ്പോൾ എനിക്കും പ്രയോജനം ഉണ്ടാവണമല്ലോ. അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് പണം കിട്ടിയേ പറ്റൂ. അത്രയ്ക്ക് ആവശ്യമോ? എന്റെ മാഡം വാള് കൊടുത്ത ആ നിമിഷം അയാൾ പണം തരും. ഒരു നല്ല ബയർ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുമല്ല, ഇനി ബയറുമായിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അതും ആകാം. അയ്യോ, ഇങ്ങോട്ടേക്കൊന്നും വരണ്ട, അത് വലിയ കുഴപ്പമാവും. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ വാള് കാണിച്ചിട്ട് ഒരു 4-5 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കും. അതിന് ഈ വാളങ്ങ് കൊടുത്താ അതിന്റെ മതിപ്പും അല്ല മൊത്തം അയലിങ്ങ് തരുമല്ലോ. അല്ല, രൂപ ഒരുമിച്ച് തരുന്ന കച്ചവടക്കാരനാണോ? പിന്നെ അയാൾ ഇന്റർനാഷണൽ ബിസിനസ്സുകാരന്. ആരായാലും മാഡം, ദേ ഈ ഡീൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞാനും മാഡവും തമ്മിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മാഡം ഇപ്പൊ ചോദിച്ച ചോദ്യം. ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് മാഡം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ ദേ ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. മാഡം പേടിക്കണ്ട, ആ ഉടപാടിന്റെ റിസീവറാ ഞാൻ. അതിന്റെ പേരിലോ മറ്റെന്തിന്റെങ്കിലും പേരിലോ മാഡത്തെ ഞാൻ ഒറ്റില്ല. അതിൽ മാഡത്തിന് എന്നെ വിശ്വസിക്കാം. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു മിസ്റ്റർ അനന്തഗോപൻ. ബയർ ആരാണെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. ശരി, അത് വിട്ടേക്ക്. എനിക്ക് നിങ്ങളെ വിശ്വാസം. ദാ ഉടവാള് വിറ്റാലുടൻ പണം എനിക്ക് തരണം. അതിനെന്താ സംശയം? അതെ, എന്നാ പിന്നെ താമസിക്കണ്ട. ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം പൊയ്ക്കും. ഓക്കെ മാഡം. ശരി. വേഗം ഒന്ന് അടിച്ചു തീർക്കടാ, വല്ല പോലീസും വന്ന പണിയാവും. പോലീസോ? അവന്മാരോട് പോവാൻ പറയും. ദേടാ, ഒരു പെണ്ണ്. ജേഷേ, കുട്ടിയാണല്ലോ.
അവൾ ഒറ്റയ്ക്കാ, ചുറ്റിക്കളിയൊന്നുമല്ല. അവക്ക് എന്തോ തട്ടുകേട് പറ്റിയിട്ടുണ്ട്. വിട്ടുകളയുന്നത് മണ്ടത്തര. പൊക്കിക്കൊണ്ട് പോയാലോ? റാഞ്ചി എടുത്ത് ജീപ്പിലിട്ട് നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോവാം. ചത്തില്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് എവിടെങ്കിലും കൊണ്ടുപോയി കളയാം. വാടാ. ആ നിക്ക് പെങ്ങളോട്ടി എവിടെ പോവാ? പേടിക്കേണ്ട പെങ്ങളെ, എവിടെയാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവിടാം. ഈ രാത്രി ഇതുവഴി ഒറ്റയ്ക്ക് പോവാൻ നിൽക്കണ്ട. സ്വന്തം ആംഗ്ലമാരെ പോലെ ഞങ്ങൾ വെളുക്കുന്നവരെ നോക്കിക്കോളാം. നിക്ക് മര്യാദക്കൊന്നും ഇവള് വരില്ലടാ. ഇവളെ പിടിച്ച് വണ്ടിയെ കയറ്റ. ഇങ്ങോട്ട് നടക്കടി. നിക്കടിയോടെ അവിടെ നിക്കടി. നിക്കാൻ ദാ നിക്കുന്നടാ അവള്. വാടാ. നിന്നെ അടങ്ങി നിക്കടി. നീ രക്ഷപ്പെടാൻ അവളെ അങ്ങ് വിട്ടേക്കടാ. വിട്ടേക്കടാ അവളെ. ആരാടാ നീ? ഞാൻ കാലൻ. നിന്നെയൊക്കെ കാലുപറിക്ക് കൊണ്ടുപോകാൻ വന്ന സാക്ഷാൽ യമകാലൻ. വിടറ അവളെ. വാടാ. ഡാ.
നീ